അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാൻ പുട്ടും കുറ്റി ഇല്ലാതെ എങ്ങനെ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടാട്ടോ ചെയ്യണത്. പുട്ടും കുറ്റിയും ഇഡ്ഡലി തട്ടൊന്നും ഇപ്പോൾ ഇല്ലാത്ത വീട് ഇപ്പോൾ ഉണ്ടാവില്ല. ഈ രീതിയിൽ ചെയ്താൽ ഒരു പുട്ട് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് വീട്ടിലുള്ള എല്ലാവർക്കുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഗ്യാസും ലാഭമാണ്, നമുക്ക് സമയവും ലാഭമാണ്. രാവിലെയൊക്കെ ഒത്തിരി തിരക്ക് പിടിച്ച നേരമാവുമല്ലോ. അപ്പോൾ നമ്മൾക്കിതിപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ വേറെയുള്ള ജോലിയൊക്കെ എടുക്കും ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണതെന്ന് കണ്ടോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 4 കുറ്റി പുട്ടിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് കണ്ടോക്കാം. പൊടി കുഴച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഈ ചോറ് വെച്ചിട്ടാണ് ഞാൻ ഈ പൊടി കുഴച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. ഈ ഒപ്പത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ചോറ് വെച്ച് പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും കിട്ടുന്നത്. ഏത് പൊടി വെച്ചിട്ടത് ചെയ്യട്ടോ. ഞാനിപ്പോൾ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടി കൊണ്ടൊക്കെ പുട്ട് ചുട്ട നല്ല കല്ല് പോലെ ആയിരിക്കും കിട്ടുക. പക്ഷേ നമ്മൾ ഈ ചോറ് വെച്ചിട്ട് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട്. അപ്പോൾ ഈ അരച്ചെടുത്ത ചോറ് വെച്ചിട്ട് പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് പൊടി കുഴച്ചെടുക്കുക. പിന്നെ ഒരു 2 കുറ്റി പുട്ടൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 1.5 കുറ്റി പുട്ടിനുള്ള പൊടിയൊക്കെ മതിയാവും. കാരണം ഇത് ചോറ് വെച്ചിട്ടല്ലേ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇത് കുഴച്ച് വരുമ്പോഴേക്ക് കുറച്ചുകൂടെ അധികമായിട്ട് വരും. ഒന്നിച്ചുകൊണ്ട് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. ചോറ് വെച്ചിട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി ഈ പൊടി കട്ടായിട്ടൊന്നും വരില്ല കേട്ടോ. കട്ടയൊക്കെ ഉടച്ചിട്ട് നമുക്ക് നല്ല ക്ലിയറായിട്ട് കിട്ടും. ഈ പൊടി കുഴക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങോട്ടൊന്ന് അമർത്തി പിടിച്ചാൽ ഇങ്ങനെ ആക്കിയാൽ പൊടിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ പരുവം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇഡ്ഡലി തട്ട് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പൊടി എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ രീതിയിൽ പുട്ടുണ്ടാക്കിയാൽ ഒറ്റ തവണ ചെയ്താൽ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് മറ്റൊരു രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഒരു പരന്നൊരു പാത്രത്തിലോ ഒരു ചെറിയ കലത്തിലോ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പുട്ടിൻ്റെ ഷേപ്പ് ഉണ്ടാവില്ല എന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. പുട്ടിലെപ്പോഴും തേങ്ങ കുറച്ച് കൂടുതലിട്ടാൽ പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാ തട്ടിലും ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് വേവിച്ചെടുക്കാം. രാവിലെ തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒറ്റ തവണ കൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ തട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഒരു കുറ്റി പുട്ട് വേവുന്ന സമയം കൊണ്ട് ഇതെല്ലാതും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. എന്തായിന്ന് തുറന്നു നോക്കാം. അങ്ങനെ 4 കുറ്റി പുട്ട് ഒറ്റ തവണ കൊണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം.
നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തേക്ക് മാറ്റാം. തിരക്ക് പിടിച്ച സമയത്തൊക്കെ പുട്ട് ചുടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുട്ടുകുറ്റിയിലേക്ക് വാരിയിട്ട് സമയം കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. അങ്ങനെ സോഫ്റ്റായിട്ടുള്ള പുട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതിന് പുട്ടിൻ്റെ ഷേപ്പില്ല എന്നുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.